ഗൈസ് ഇത് കണ്ട, ഇതാണ് മത്തങ്ങ. നമ്മളിപ്പോ അതെ മത്തങ്ങ ഫാമിലാട്ടോ ഉള്ളത്. അതെ ഇത് കണ്ടില്ലേ, എന്തോരം മത്തങ്ങയാണ് നോക്ക്. ഞാൻ ടേസ്റ്റാണ്, നല്ല മധുരം. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ അതേ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഫ്രൂട്ട്സിൻ്റെ ഫാമിലേക്കാണ് പോണത്. മെയിനായിട്ട് ആപ്പിൾ കാണാനാണ്, അതായത് ആപ്പിൾ തോട്ടങ്ങൾ. പിന്നെ വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സുകൾ ഉണ്ടോയെന്നറിയില്ല. ഫ്രൂട്ട്സ് ഫാം എന്നാണ് പറയണത്. അവിടെ എന്തൊക്കെയോ കുറേ ഐറ്റംസുകളൊക്കെ ഉണ്ട്. അവിടെ ചെന്നാലാണ് നമുക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇനി ആപ്പിൾ തോട്ടം കണ്ടില്ലെങ്കിൽ പിന്നെ അതൊരു ഇതല്ലേ. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ആപ്പിൾ തോട്ടങ്ങളൊക്കെ ഒന്ന് കാണിക്കുമെന്ന്. അപ്പോൾ ഞാനും ആദ്യമായിട്ടാണ് ആപ്പിൾ തോട്ടം കാണുന്നത്. കാര്യം ആപ്പിൾ മരങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ, പക്ഷേ ഇങ്ങനെ തോട്ടമായിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ തോട്ടമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക്, ഷെയർ, കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കരുതേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പിന്നെ നമുക്ക് സമയം കളയണ്ട, വേഗം തന്നെ പോകാം. മേളിൽ കൂടി ഫ്ലൈറ്റ് പോകുന്നുണ്ട്, അതിൻ്റെ സൗണ്ടാണ്. പാത്തു ആകെ ഭയങ്കര ആകാംക്ഷയോടുകൂടി ഇരിക്കുകയാണ്. ആപ്പിൾ പറിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് ചോദിക്കണം. പറിക്കാൻ പറ്റുമായിരിക്കും, അങ്ങനെയാണല്ലോ ഇവിടുത്തെ ഫാമുകളൊക്കെ. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് കൂടുതൽ അറിയില്ലല്ലോ. എന്തായാലും പോയി നോക്കാം അല്ലേ, കാണിക്കാം. അപ്പോൾ അതേ പാത്തൂന് ഒരു പുതിയ വാച്ച് വാങ്ങിയിട്ടാ, സ്മാർട്ട് വാച്ച്. ടോയ്സ് പോലൊരു അതേമാതിരി ഇരിക്കണത് ഇത് കണ്ടില്ലേ, ഇതിൽ കാണാൻ പറ്റില്ല ക്ലിയറായിട്ട്. ഇഷ്ടപ്പെട്ട പാത്തു? പിങ്ക് കളറിലുള്ള അല്ലേ? വാ പോകാം, നേരം പോയി. നമ്മൾ കഴിഞ്ഞ തവണ പോയ ആ ഫ്ലവർ ഫാമില്ലേ, അവിടെ കണ്ട ആപ്പിൾ തോട്ടത്തിലേക്കല്ല കേട്ടോ നമ്മളിന്ന് വന്നേക്കണേ. അതൊരു കുഞ്ഞ് ആപ്പിൾ തോട്ടമാണ്. അപ്പോൾ കുറച്ചും കൂടി ഒരു വലിയ ഫാമിലേക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മളങ്ങനെ ഒരു വലിയ ആപ്പിൾ തോട്ടത്തിൻ്റെ ഫാമിലേക്കാണ് ഇപ്പോൾ വന്നേക്കണത്. അങ്ങനെ ഇപ്പോൾ അതേ നമ്മൾ അതിൻ്റെ മെയിൻ ഗേറ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ രണ്ട് സൈഡിലായിട്ടും ഇങ്ങനെ ആപ്പിളിൻ്റെ മരങ്ങൾ കാണാം. ഇതിൽ നിറച്ച ആപ്പിൾ ഉണ്ടായി കിടപ്പുണ്ട് കേട്ടോ. പക്ഷേങ്കിൽ ഈ വീഡിയോയിൽ ചിലപ്പോൾ അങ്ങോട്ട് അത്ര ക്ലിയർ ആയിട്ട് കാണൂല. നമ്മളങ്ങനെ ആ കോമ്പൗണ്ടിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ ചെന്നപ്പോഴത്തേനും നല്ല തിരക്കായിരുന്നു കേട്ടോ. അതേ കണ്ടില്ലേ വണ്ടിയൊക്കെ ഇങ്ങനെ കിടക്കണത്. ഗൈസ്, നമ്മളിപ്പോൾ അതേ ഫാമിലെത്തി, വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് പോവാട്ടോ. ടിക്കറ്റ് എടുക്കണമെന്ന് എനിക്കറിയില്ല, അവിടെ ചെന്നാൽ അറിയാൻ പറ്റുള്ളൂ ടിക്കറ്റ് എടുക്കണോ വേണ്ടേ എന്നുള്ളത്. വന്ന വഴിക്ക് എന്തോരം ആപ്പിൾ ഒക്കെയല്ലേ കണ്ടത്. ആപ്പിൾ തോട്ടങ്ങൾ കണ്ടില്ലേ, ഒരുപാടുണ്ടായിരുന്നു. നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. എന്തോരം വണ്ടികളാണ് പാർക്ക് ചെയ്തേക്കണത്. നല്ല വെയിലും ഉണ്ട്. നമുക്കപ്പോൾ എന്നാൽ പോകാം, അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഫ്രണ്ടിൽ തന്നെ മത്തങ്ങയാണ് ഇട്ടേക്കണത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടാ. ഇത് നോക്കിക്കണ്ടേ തിരക്ക് വേണ്ട. ഇതിൻ്റെ അകത്ത് കയറാനായിട്ട് ടിക്കറ്റ് ഒന്നും വേണ്ടായിരുന്നു, ഫ്രീ ആയിരുന്നേ. പക്ഷേ എങ്കിൽ നമ്മൾ കഴിഞ്ഞ തവണ പോയില്ലേ ആ ഫ്ലവർ ഫാം, അതിൻ്റെ അകത്ത് കയറുമെന്നുണ്ടായിരുന്നെങ്കിൽ ടിക്കറ്റൊക്കെ എടുക്കേണ്ടി വന്നായിരുന്നു. നമ്മളന്ന് ഓൺലൈനായിട്ടൊക്കെ ആയിരുന്നല്ലോ അന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. ആ കാണണ ഇങ്ങനെ ചെറിയ ചെറിയ ട്രോളി പോലത്തെ ബാഗുകൾ വണ്ടിയുണ്ട്, അത് നമ്മൾ എടുത്തിട്ട് പോകാത്തേക്ക്. അങ്ങനെയാണ് ഇവിടെ ചെയ്യണത്. ഇതേ കണ്ട മത്തങ്ങ അടിപൊളി. അയ്യോ എന്ത് രസം അല്ലേ, അതിങ്ങനെ കിടക്കണാണ് തന്നെ നല്ലൊരു ശേല്. നല്ല തിരക്കുണ്ട്. എടുത്തോ ട്രോളി എടുക്ക്. അതേ നമ്മളും ട്രോളി എടുക്കാൻ വേണ്ടി പോവുകയാണ്. ട്രോളിയിലാണ് ഇനി ആപ്പിളും ഒക്കെ നമ്മൾ പറിച്ചിടണത്. ഇതിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ നിറച്ച മത്തങ്ങകളാണ് കേട്ടോ ഈ കിടക്കണത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും കണ്ടായിരുന്നു.
എന്തോരോണ് ഇങ്ങനെ കൂട്ടിയിട്ടേക്കണം നോക്ക്. കഴിഞ്ഞ തവണ കണ്ട പോലെ അല്ല കേട്ടോ, ഇത് കണ്ടമാനമുണ്ട് മത്തങ്ങ, വലുതും ചെറുതും. അതുകൂടാതെ തന്നെ വൈറ്റ് കളറിലുള്ള മത്തങ്ങയും ഇതിൻ്റെ ഇടയിൽ കണ്ടായിരുന്നേ. നമ്മുടെ നാട്ടിലുണ്ട് ഈ വൈറ്റ് കളറിലുള്ള മത്തങ്ങ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു കളറിലുള്ള മത്തങ്ങ കാണുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കിടക്കണത് കാണാൻ. കണ്ടില്ലേ, ഇടകലർത്തിയാണ് അവരിങ്ങനെ മത്തങ്ങ ഇട്ടേക്കണത്. എവിടെ വീഡിയോ എടുക്കണമെന്ന് ആകെ ഒരു കൺഫ്യൂഷനാണ്. അത്രക്ക് ഭംഗിയാണ് ഇതിങ്ങനെ ഇട്ടേക്കണം. കാരണം ഇങ്ങനെ എന്താ പറയുക, ബോളുകൾ ഇട്ടേക്കണ മാതിരിയല്ലേ, നല്ല രസമുണ്ട്. ഇങ്ങനെ അവിടെ ചിതറി വലിയൊരു ഗ്രൗണ്ടിലാണ് കേട്ടോ ഈ മത്തങ്ങ ഇട്ടേക്കണത്. അങ്ങനെ കുറേ നേരം അവിടെ നിന്നതിന് ശേഷം നമ്മളിതേ ആപ്പിൾ തോട്ടം ലക്ഷ്യമാക്കി നടക്കുകയാണ്. നമുക്ക് ആ ട്രോളി കൂടാതെ തന്നെ നമുക്ക് 2-3 കിറ്റും അവർ തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ പോകുന്ന വഴിയിലൊക്കെ പിന്നെയും ഇങ്ങനെ മത്തങ്ങകൾ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ എന്ത് വലിപ്പമാണെന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോയിൽ കാണാത്തതാണ്. നമ്മളങ്ങനെ ആപ്പിൾ തോട്ടത്തിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ ചുമന്ന റിബൺ വെച്ച് അവരിങ്ങനെ കവർ ചെയ്തേക്കാണ്. കാരണം എന്ന് വെച്ചാൽ ഈ മരത്തിൽ ആപ്പിളൊന്നും അത്ര നന്നായിട്ട് മൂത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് കടക്കാതിരിക്കാനാണ് അവരങ്ങനെ റിബൺ വെച്ച് അങ്ങനെ വെച്ചേക്കണത്. മൂത്ത ആപ്പിളുകൾ ഉള്ളത് കുറച്ച് അങ്ങോട്ട് നീങ്ങിയാണ്ടോ. പക്ഷേ അല്ലെങ്കിലും നമുക്കിപ്പോൾ ഈ മൂക്കാത്ത ആപ്പിൾ കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. പക്ഷേ എങ്കിൽ ഈ എന്താ പറയുക, മരത്തിൻ്റെ താഴെ കുറേയൊക്കെ ഇങ്ങനെ വീണ് കിടപ്പുണ്ട് കേട്ടോ. അതൊക്കെ മുമ്പ് എനിക്ക് തോന്നണ മൂത്തട്ടി താഴെ ചാടി വീണതായിരിക്കുള്ളൂ. പുതിയതായിട്ട് വന്ന ആപ്പിളൊന്നും മൂത്തട്ടില്ല. അതാണ് അവരങ്ങനെ റിബണൊക്കെ കെട്ടി വെച്ചേക്കണത്. നമ്മളങ്ങനെ മൂത്ത ആപ്പിളുകളുള്ള ഭാഗത്ത് നോക്കിയതേ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതേ നോക്കിക്ക് നിറച്ച് താഴെ ഇങ്ങനെ ചാടി കിടക്കോട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ആകെ ഒരു സങ്കടമാണ്, ഇങ്ങനെ ആപ്പിൾ താഴെ ചാടി കിടക്കുമ്പോൾ അല്ലേ. ഇതൊക്കെ ഇവർക്ക് വല്ല കടയിലൊക്കെ കൊണ്ടുപോയി വിൽക്കായിരുന്നെങ്കിൽ എന്ത് ഇതായിരുന്നേനാ. ഇതിങ്ങനെ ആകെ ചീത്തയായി താഴെ വീണ് കിടക്കുകയാണ്. ഞാനപ്പോൾ അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ആ താഴെ കിടക്കണത് മാത്രം വീഡിയോ എടുത്തിട്ട് കാണിക്കണേ ഉണ്ടാ. പക്ഷേ എങ്കിൽ ഈ ഒരു ഫാമിലുള്ള ആപ്പിളൊന്നും ഒരിക്കലും ഇവർ കടയിലേക്കൊന്നും കൊടുക്കൂല കേട്ടോ. ഇതൊക്കെ നമ്മളെ പോലുള്ള ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഇവരിതിങ്ങനെ വളർത്തണത്. എന്നിട്ട് ഇങ്ങനെ വന്ന് നമ്മളത് കട്ട് ചെയ്ത് ഇങ്ങനെ റേറ്റ് അനുസരിച്ച് വാങ്ങി കൊണ്ടുപോകും. അതിനാണ് ഇവർ ഈ ഒരു ഫാമിൽ ഇങ്ങനെ ആപ്പിളൊക്കെ ഇങ്ങനെ വളർത്തണത്. അല്ലാതെ കടയിലേക്കൊന്നും കൊടുക്കൂല എന്നാണ് കേട്ടോ എനിക്ക് തോന്നണത്. പിന്നെ അങ്ങോട്ട് റെഡ് ആപ്പിളുകളുടെ ഒരു മേളം തന്നെയായിരുന്നു. നമ്മളങ്ങനെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ആപ്പിളുകൾ എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട്, ഇങ്ങനെ കൊലകുത്തി ഉണ്ടായി കിടക്കണേ കേട്ടാ. എനിക്കാണെങ്കിൽ വീഡിയോ ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പൊന്നേ എന്താണ് ഈ കാണുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ആപ്പിൾ തോട്ടം കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആപ്പിൾ മരങ്ങളൊക്കെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട് ഓരോ സ്ഥലങ്ങളിലൊക്കെ. പക്ഷേ ഇങ്ങനെ തോട്ടമായിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് നമുക്കിങ്ങനെ പറിച്ചെടുക്കാൻ പറ്റണ ഒരു തോട്ടമൊന്നും നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഭയങ്കര ഒരു സന്തോഷമുണ്ട് കേട്ടോ. ഈ ആപ്പിൾ മരത്തിന് ഒന്നിനും വലിയ പൊക്കമൊന്നുമില്ല കേട്ടോ. നമ്മുടെയൊക്കെ പൊക്കത്തിനേലും കുറച്ചും കൂടി പൊക്കമുള്ളൂ. നമുക്ക് കൈ എത്തിച്ച് പറിക്കാൻ പറ്റണ ഒരു ഭാഗമാണ്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ നടന്ന് എവിടെ വീഡിയോ എടുക്കണമെന്ന് ആകെ ഒരു കൺഫ്യൂഷനാണ്. അതിന് മാത്രം ആപ്പിളുകൾ ഇങ്ങനെ ഉണ്ടായി കിടക്കണേണ്. ആപ്പിൾ ആദ്യം നോക്കിയപ്പോൾ ചിലതൊന്നും കാണുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നോക്കിയപ്പോൾ എല്ലാ മരത്തേലും ഇങ്ങനെ ഉണ്ടായി കിടക്കണം. അതും ഒരെണ്ണോ രണ്ടെണ്ണോ ആയിട്ടല്ലോ, എന്തോരോന്നും ഇങ്ങനെ കൊല കുത്തിയ മാതിരിയാണ് കേട്ടോ ഇങ്ങനെ ആപ്പിളുകൾ ഇങ്ങനെ ഉണ്ടായി കിടക്കണത്. ഈ ആപ്പിളിന് എല്ലാത്തിനും ഓരോരോ പേരുകളുണ്ട് കേട്ടോ. അതൊക്കെ ഞാനിവിടെ വന്നതിന് ശേഷമാണ് അറിയണത്. എൻ്റെ വിചാരം ഈ ചുമന്ന ആപ്പിളും അതുപോലെ തന്നെ ഗ്രീൻ ആപ്പിൾ അങ്ങനെ 2 ടൈപ്പ് ഉള്ളൂ എന്നാണ് കേട്ടോ. പക്ഷേ എങ്കിൽ ഈ ചുമന്ന ആപ്പിളിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്. ഓരോന്നിനും ഓരോ പേരാണ്. ആ ടേസ്റ്റിനും ഉണ്ട് വ്യത്യാസം. നമുക്കതൊന്നും അറിയാൻ പാടില്ലാത്തതാണ് കേട്ടോ. പക്ഷേ എങ്കിൽ ഇവിടെ വന്ന് രുചിച്ച് നോക്കിയപ്പോൾ കുറച്ചൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ അങ്ങനെ ആപ്പിൾ ഇവിടെ നിന്ന് ഒരെണ്ണം പറിച്ച് അവർ പിള്ളേരൊക്കെ ഇങ്ങനെ ട്രോളിയിൽ ഇങ്ങനെ ആപ്പിൾ ഇങ്ങനെ പറിച്ച് ഇങ്ങനെ കൂട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. കഴുകാനൊന്നും പറ്റൂല. പിന്നെ അതിൽ പൊടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാനതിങ്ങനെ ഷോളയിലൊക്കെ തൂത്ത് ഞാനതിങ്ങനെ കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഫസ്റ്റ് ഞാൻ തന്നെയാണ് കേട്ടോ കഴിക്കണം. അവരാരും കഴിച്ചിട്ടൊന്നുമില്ല. അപ്പം ഞാനിതൊന്ന് കഴിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ. നല്ല മധുരം, വെറുതെ പറയണല്ല കേട്ടോ, നല്ല മധുരം ഉണ്ടായിരുന്നു. അങ്ങനെ അവരും എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ടേസ്റ്റാണ്, നല്ല മധുരം. ഇവരവിടെ പോയി. ഞാനിങ്ങനെ നടന്നിങ്ങനെ ആപ്പിൾ തിന്നുകൊണ്ടിരിക്കുകയാണ്. എന്തോരം തിന്നുന്നത് എനിക്ക് മാത്രം അറിയില്ല കേട്ടോ. കാരണം അത്രക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ആപ്പിള്. എടാ പച്ചാപ്പിള് മധുരം ഉണ്ടാവോ? പച്ചാപ്പിള് മധുരം ഉണ്ടാ? ഇത് വേറെ ടൈപ്പാണ്, ഗോൾഡൻ ആപ്പിൾ എന്ന് പറയും. ആ മധുരം ഉണ്ടാ?
നമ്മളങ്ങനെ ഗ്രീൻ ആപ്പിളിൻ്റെ സെക്ഷനിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയണം. ഇനി ഇത് പറിച്ച് നോക്കിയിട്ട് നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. ഞാനിതിങ്ങനെ മൊത്തത്തിൽ ഓരോ ആപ്പിൾ ഇങ്ങനെ ടേസ്റ്റ് ചെയ്തും പിന്നെ അതുപോലെ തന്നെ വീഡിയോ എടുക്കണ തിരക്കിലാണ്. അവർ 3 പേരും ആണ്ടോ ഇങ്ങനെ ഓരോന്ന് പറിച്ച് ഇങ്ങനെ ട്രോളിയിലാക്കണ പണിയുള്ളത്. വേറൊരു ടേസ്റ്റ് പക്ഷേ നേരത്തെ മധുരം, ഇത് മധുരവും പുളിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള. ഗ്രീൻ ആപ്പിൾ ഇങ്ങനെ കാണാനേ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഇലയുടെ കളറും പിന്നെ അതുപോലെ ആപ്പിളിൻ്റെ കളറും ഏകദേശം ഒരേ കളറായതുകൊണ്ടേ പെട്ടെന്ന് അങ്ങോട്ട് എടുത്ത് കാണുന്നുണ്ടായിരുന്നില്ല. ഈ പിള്ളേർക്കൊക്കെ പച്ചാപ്പിളാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം, അതായത് ഗ്രീൻ ആപ്പിൾ. എനിക്ക് പക്ഷേ റെഡ് ആപ്പിളാണ് കൂടുതൽ ഇഷ്ടം. നിങ്ങൾക്കൊക്കെ ഏത് കളർ ആപ്പിളാന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. ഓരോ സെക്ഷനായിട്ടാണ് ആപ്പിളുകൾ. ഈ ഒരു സെക്ഷൻ മൊത്തം ഗ്രീൻ ആപ്പിളാണ്. അപ്പോൾ അതേ ഞാനിങ്ങനെ അതിങ്ങനെ നടന്ന് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആപ്പിൾ നമ്മൾ മാത്രമല്ല കേട്ടോ, അവരെ വരുന്ന എല്ലാവരും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടില്ലേ, എല്ലാവരും നിന്നിങ്ങനെ ആപ്പിൾ കഴിക്കണതാണ് ആ കാണുന്നത്. നല്ല രസമുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ഈ ആപ്പിളൊക്കെ കഴിക്കാനായിട്ട്. ഞാൻ അതിൻ്റെ ഇടയിൽ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. വീഡിയോസ് എത്ര എടുത്തിട്ടും മതിയാവണില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഒരു സെക്ഷൻ എടുത്ത് കഴിയുമ്പോൾ തോന്നും ഇനി മതിയാക്കാമെന്ന്. പക്ഷേ എങ്കിൽ അടുത്ത സെക്ഷനിൽ വരുമ്പോൾ വീണ്ടും ആപ്പിളുകൾ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ നമുക്ക് ഓർക്കും അതും വീഡിയോ എടുക്കാം. കാരണം ഇങ്ങനെ നീണ്ടു പോണത്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ മൊത്തം നമ്മൾ നേരത്തെ കാണിച്ച റെഡ് ആപ്പിൾ അല്ല കേട്ടോ. ഇത് വേറൊരു മോഡലാണ്. ഇതിന് ഓരോന്നിനും ഓരോ പേരൊക്കെ ഉണ്ട്. എനിക്ക് അത്ര അങ്ങോട്ട് പേരൊന്നും അറിയില്ല കേട്ടോ. അവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഓരോ ആപ്പിളിൻ്റെയും പേരുകളൊക്കെ. ഈ ഒരു സെക്ഷനിൽ മൊത്തത്തിൽ ഇങ്ങനെ ആപ്പിൾ ഇങ്ങനെ നിരന്നുണ്ടായി ഇങ്ങനെ നിൽക്കണേണ്. എല്ലാ മരത്തേലും ഉണ്ടായിരുന്നിട്ട് ഇങ്ങനെ കൊല കുത്തിയ മാതിരി. നമുക്കിതൊക്കെ കാണുമ്പോൾ എങ്ങനെ പറിക്കാതെ ഇരിക്കും. ഞങ്ങൾ കുറേ അങ്ങനെ എന്താ പറയുക പറിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു ട്രോളിയിൽ. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ എന്തോരോണം ഞങ്ങൾ പറിച്ചെടുത്തേന്നുള്ളത്. ഇത് എല്ലാ മരത്തേലും ഉണ്ട് കേട്ടോ ഇങ്ങനെ ആപ്പിളുകൾ. ഒരു മരം പോലും ഇങ്ങനെ വിടാതെ ഇല്ല. ഇവരൊക്കെ എന്ത് വളമാണാവോ ചെയ്യണത്, എന്തോരോണ് ഇവരിങ്ങനെ ഉണ്ടായി കിടക്കണത്. എനിക്കിതൊക്കെ കണ്ടിട്ട് എന്താ പറയണ്ടേന്ന് അറിയില്ല കേട്ടോ. ഇതൊക്കെ എങ്ങനെയാണ് വർണ്ണിക്കുക. ഇതൊക്കെ നേരിട്ട് കാണാനായിട്ട് എന്ത് രസമാണെന്ന് അറിഞ്ഞോ. ഞങ്ങൾ കുറേ പറിച്ചു, കുറേയൊക്കെ കഴിച്ചു. എല്ലാവരും കഴിച്ചിട്ട്, നമ്മൾ മാത്രമല്ല അവിടെ തന്നെ എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു ഫാം വിസിറ്റ് ശരിക്കും മുതലാക്കിയിട്ടോ. കാരണം വെച്ചാൽ ടിക്കറ്റ് എടുത്ത് കയറാൻ വേണ്ടതാനും. പക്ഷേങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആവശ്യത്തിന് ആപ്പിളും കഴിക്കാം കേട്ടോ. പക്ഷേ ആപ്പിൾ കഴിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഇവിടെ വരുന്ന എല്ലാവരും ആപ്പിൾ പറിച്ച് നമ്മൾ വാങ്ങിക്കും. നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കണേലും കുറച്ചും കൂടി റേറ്റ് കൂടുതലായിരിക്കും കേട്ടോ ഇവിടുത്തെ ആപ്പിളിന്. വില നോക്കൂലല്ലോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ നേരിട്ട് ഇങ്ങനെ പറിച്ച് ഇങ്ങനെ എടുക്കണമായതുകൊണ്ട് എല്ലാവരും ആപ്പിൾ വാങ്ങിക്കും. നമ്മൾ മൂത്ത ആപ്പിളൊക്കെയാണ് കേട്ടോ പറിക്കണത്. ഇതിങ്ങനെ തിരിക്കുമ്പോൾ അറിയാൻ പറ്റും. പെട്ടെന്ന് ഇങ്ങോട്ട് ഞെട്ടറ്റു ഇങ്ങനെ വരും. അതായിരിക്കും കേട്ടോ മൂത്തത്. മൂക്കാത്ത ആപ്പിൾ എന്ന് പറഞ്ഞാൽ കുറേ സമയം എടുക്കും അതിങ്ങനെ ഞെട്ടീന്ന് വരാനായിട്ട്. അതൊന്നും നമ്മൾ പറിക്കൂല. അല്ലെങ്കിൽ മൂക്കാത്ത ആപ്പിൾ പറിച്ചിട്ട് കാര്യമില്ലല്ലോ. മൂത്ത ആപ്പിളല്ലേ കാര്യമുള്ളൂ. അതായിരിക്കും കേട്ടോ കുറച്ചും കൂടി നല്ല മധുരമൊക്കെ ഉണ്ടാവുക. അതുപോലെ തന്നെ ചെറിയ ആപ്പിളും ഉണ്ട്, ചെറുതുണ്ട്, പല വലിപ്പത്തിലുള്ളതൊക്കെ ഉണ്ട്. അതിങ്ങനെ നിരന്ന് ഈ തോട്ടം ഒരുപാടുണ്ട്. ഇതൊന്നും നടന്ന് എല്ലാം പറിക്കലും അതുപോലെ തന്നെ വീഡിയോ എടുക്കലും ഒന്നും നടക്കണ കാര്യമില്ല. നമ്മൾ ഓരോ സെക്ഷൻ എടുത്തു കഴിയുമ്പോൾ അടുത്ത സെക്ഷൻ കാണുമ്പോൾ അന്ന് അവിടെ ഒന്ന് പറിക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് വരും. അപ്പോൾ ഈ ഭാഗത്ത് വന്നപ്പോഴും എല്ലാ മരത്തേലും ഉണ്ട് കേട്ടോ. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ഈ റെഡ് കളറായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എടുത്ത് കാണിക്കും. അതുപോലെ തന്നെ ഗ്രീൻ ആകുമ്പോൾ നമ്മൾ എടുത്ത് കാണിക്കില്ല. എന്നാലും ഗ്രീന് ആപ്പിളൊക്കെ ഉണ്ടായി കിടക്കണ കണ്ടില്ലേ, എന്തോരോണം നോക്ക്, എന്ത് ഭംഗിയാണെന്ന് പറഞ്ഞാൽ. ഞങ്ങൾ കുറേ നേരം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തായിരുന്നു കേട്ടോ. പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ കുറേ പറിക്കുകയും ചെയ്തു. ഇതൊക്കെ വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും എന്നൊക്കെ ചിന്തിച്ചു പോയി. പക്ഷെ നമ്മളിത് കാണുമ്പോൾ അങ്ങ് പറിച്ചു പോകും കേട്ടോ. അങ്ങനെ പറിച്ച് കൂട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾ ലാസ്റ്റ് അയ്യോ ഇത്രയും പറിച്ചെടുത്തോ എന്നൊക്കെ തോന്നുക. ഇത് ചെറിയ ആപ്പിളാണ് കേട്ടോ. ഗ്രീൻ ആപ്പിളിൽ വലിപ്പം കുറഞ്ഞ ആപ്പിളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ കണ്ട ഇത്തിരി കൂടി വലിപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ പല മോഡലിൽ കുറേ ആപ്പിളുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതേ കണ്ടില്ലേ, പേരെഴുതി വെച്ചേക്കണുണ്ട്. ആ മൊത്തം ഇങ്ങനെ ഓരോ ആപ്പിളുകളുടെ പേരാണ്ട് ആ ബോർഡിൽ എഴുതി വെച്ചേക്കണത്. നമ്മളങ്ങനെ ആപ്പിളുകളൊക്കെ പറിച്ച് ലാസ്റ്റ് ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കും കേട്ടോ. കുറേ പറിച്ചിങ്ങനെ മടുത്ത് ആകെ നല്ല വെയിലുമായിരുന്നു അതിൻ്റെ അകത്ത് നടന്ന് ഇങ്ങനെ എടുക്കണേലോ. മറ്റേതുപോലെ അങ്ങനെ ഒരുപാട് ഇങ്ങനെ വണ്ടിക്ക് പോയിട്ട് കാണേണ്ട കാഴ്ചയൊന്നുമല്ല. ഇവിടെ ആപ്പിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെയും ഫ്രൂട്ടൊക്കെ ഉണ്ട്. പക്ഷേ സീസൺ അല്ലാത്തത് കൊണ്ട് അതിൻ്റെയൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി മുമ്പായിരുന്നെങ്കിൽ നമുക്ക് അതൊക്കെ കാണാമായിരുന്നു.
പീച്ച് സാധനങ്ങളൊക്കെ. അപ്പോൾ അതേ നമ്മൾ ഇത്രയും ആപ്പിളുണ്ടോ നമ്മൾ പറിച്ചത്. നമ്മൾ എന്താ പറയുക, കണ്ടപ്പോൾ അങ്ങോട്ട് കുറേ അങ്ങോട്ട് പറിച്ച്. പക്ഷേ ഈ ട്രോളിയിൽ ഇട്ടപ്പോൾ എനിക്ക് തോന്നണ ഒരു കട തുടങ്ങാനുള്ള അത്രയും ആപ്പിളുണ്ട് കേട്ടോ ഇത്. പിന്നെ നമുക്ക് തോന്നി നമുക്ക് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാം. കാരണം ഇത് നേരിട്ട് നമ്മളിങ്ങനെ പറിക്കുമ്പോൾ അതൊരു പ്രത്യേക ഒരു ഇതാണല്ലോ. അങ്ങനെ നമ്മൾ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച് ബാക്കി നമുക്ക് കൊടുക്കാം അങ്ങനെയൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുറേ കിറ്റുകളും നമ്മൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളങ്ങനെ ഓരോരുത്തർക്ക് കൊടുക്കാൻ പാകത്തിന് അങ്ങനെ കിറ്റിലേക്കൊക്കെ നിറയ്ക്കുകയാണ്. ഈ ആപ്പിളിനൊക്കെ നല്ല വില കൊടുക്കണം കേട്ടോ. കാരണം വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കടയിൽ നിന്ന് വാങ്ങിക്കണ പോലെയല്ല, ഇവിടെ നിന്ന് പറിക്കണമായതുകൊണ്ട് നല്ല വില കൊടുക്കണം. ഇവിടെ വരുന്ന എല്ലാവരും ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഒരുപാട് വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്. നമ്മൾ മാത്രമല്ല കേട്ടോ, എല്ലാവരും ആപ്പിള് ഇങ്ങനെ ഒരുപാട് പറിച്ചിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഇവിടുന്ന് നേരിട്ട് ഇങ്ങനെ പറിക്കണമായതുകൊണ്ട് എല്ലാവരും അതിങ്ങനെ പറിച്ചു കൂട്ടും. അല്ലാതെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കണ പോലെ അല്ലല്ലോ. നമ്മൾ ഈ ഫാമിലൊക്കെ വന്ന് ഇങ്ങനെ നേരിട്ട് പറിക്കുമ്പോൾ അറിയാതെ ഇങ്ങനെ പറിച്ച് പോകും. പിന്നെ പറിച്ചത് കളയാനും പറ്റില്ലല്ലോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് ഇങ്ങനെ ഇതുമാതിരത്തെ ഇങ്ങനെ ഓരോരോ ഫോട്ടോ എടുക്കാൻ പറ്റിയ ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പാത്തു നിന്ന് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കണം. അതുപോലെ കുറേ സ്ഥലങ്ങളിൽ അതേപോലത്തെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ വീണ്ടും മത്തങ്ങയുടെ സ്ഥലത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ റാസ് മത്തങ്ങ ഇങ്ങനെ എടുത്ത് പൊക്കണം. നല്ല വെയിറ്റാണ് ആ മത്തങ്ങക്ക്. അപ്പോൾ പാത്തൂനും അത് എടുക്കണമെന്നും പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര ബഹളമുണ്ട്. പക്ഷെ നല്ല വെയിറ്റാണ്, അവളെ കൊണ്ടൊന്നും പറ്റൂല അത് ഇങ്ങനെ പൊക്കി പിടിക്കാനായിട്ട്. അവളത് വേഗം തന്നെ താഴെ ഇട്ടിട്ടുണ്ട്. ഞാനും അതുപോലെ തന്നെ ഒരു മത്തങ്ങ എടുത്തിട്ടോ, വീഡിയോയിൽ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ്. എൻ്റെ പൊന്നെ എന്തൊരു വെയിറ്റാണെന്ന് അറിഞ്ഞാൽ, നല്ല വെയിറ്റാണ് കേട്ടോ ആ സാധനത്തിന്, കാണുന്ന പോലെയൊന്നുമല്ല. അങ്ങനെ പിന്നെ ഞാൻ വേഗം തന്നെ താഴെ ഇട്ട്. പിന്നെ അതിൽ ഏറ്റവും ഒരു കുഞ്ഞ് മത്തങ്ങ നോക്കി എടുക്കാമെന്ന് ഓർത്ത് അങ്ങനെ തിരഞ്ഞതേ അതിൽ ഏറ്റവും ചെറിയൊരു മത്തങ്ങ, എങ്കിലും എന്ത് വലുതാണെന്ന് നോക്ക്. ഞാനത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണേ. അത് നല്ല വെയിറ്റാണ്. അതും പാത്തു പറഞ്ഞ മാതിരി അതും താങ്ങി പിടിച്ചിട്ട് അവൾക്ക് പറ്റണേ ഇല്ല. ഇത് കണ്ടോ മത്തങ്ങ, മത്തങ്ങ ഇത് കണ്ടില്ലേ എന്ത് വലിപ്പമാണെന്ന് പറഞ്ഞാൽ ക്യാമറയിൽ എത്രമാത്രം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയാൻ പറ്റില്ല. നല്ല വലിപ്പമുള്ള സാധനം, അത് നല്ല വെയിറ്റും ഉണ്ട്. നമ്മളങ്ങനെ ബിൽഡിംഗ് സെക്ഷനിലേക്കാണ് ഇനി പോകാൻ പോകുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴിയിലൊക്കെ മത്തങ്ങകൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ബിൽഡിംഗ് സെക്ഷൻ്റെ ഭാഗത്ത് വന്നപ്പോഴത്തേനും ഇത് കണ്ടില്ലേ, ഇങ്ങനെ മത്തങ്ങകൾ ഇങ്ങനെ കൂട്ടിയിട്ടേക്കാണ്. അപ്പോൾ നമുക്കിതൊക്കെ വേണമെങ്കിൽ വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഓരോന്നിനും ഓരോ വെയിറ്റ് അനുസരിച്ചാണ് റേറ്റ് വരുന്നത്. അപ്പോൾ പല കളറില്ലേ മത്തങ്ങക്ക്. ഈ ഒരു മത്തങ്ങയുടെ ഷേപ്പ് നോക്കിക്കേ, ഒരു വെറൈറ്റി ഒരു ഷേപ്പ്. നമ്മുടെ നാട്ടിലുണ്ട് ഇങ്ങനത്തെയൊക്കെ മത്തങ്ങൾ, എനിക്കറിയില്ല കേട്ടോ. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ ഇത് കാണുമ്പോൾ ശരിക്കും ഒരു പൊട്ടുവെള്ളരിയൊക്കെ പോലെ ഇരിപ്പുണ്ട്. പക്ഷേ ഇതും മത്തങ്ങയാണെന്നാണ് കേട്ടോ എനിക്ക് തോന്നണത്, കറക്റ്റ് അറിയില്ല. ഇതെല്ലാം മത്തങ്ങയുടെ പല പല വെറൈറ്റീസ് ആണെന്നാണ് ഇങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ കണ്ടത്. ഈ ഉന്തുവണ്ടിയിലേക്കൊക്കെ വന്നപ്പോഴത്തേനും നോക്കിക്കേ, കുഞ്ഞു കുഞ്ഞു മത്തങ്ങകൾ കേട്ടോ, കണ്ടില്ലേ? ഇതൊരു രസം കാണാൻ, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള മത്തങ്ങകൾ. അവർ പല മോഡലായിട്ടുള്ളത് ഇങ്ങനെ വേർതിരിച്ച് വെച്ചേക്കാണ്. അത് ഈ കുഞ്ഞിതാണെങ്കിലും പല ഷേപ്പ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്കത് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അത് പല ഷേപ്പിലാണ് ആ മത്തങ്ങകൾ ഇരിക്കണത്. ഞാനപ്പോൾ ഈ ഉന്തുവണ്ടി കൂടി ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ നടക്കൂട്ടെ. അതിൻ്റെ അപ്പുറത്തും കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങളെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ച്. എന്താണെന്ന് പറയട്ടെ, നോക്കിക്കേ ആ മത്തങ്ങയുടെ കളർ നോക്കിയേ, ഒരു വെള്ള കളറല്ലേ. ഈ കളറൊക്കെ ഞാൻ ആദ്യമായിട്ട് കണ്ടു കാണുന്നത്. നല്ല ഭംഗിയുണ്ട് എന്തായാലും കാണാനായിട്ട്. ഇതൊക്കെ ആളുകൾ എല്ലാവരും നിന്ന് വാങ്ങുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ പിന്നെ ഒന്നും വാങ്ങിയൊന്നുമില്ല. പിന്നെ ഈ സെക്ഷനിലേക്ക് വരുമ്പോൾ ഇവിടെ കുറേ ഇങ്ങനെ കുപ്പികളിൽ ഈ ആപ്പിളിൻ്റെയൊക്കെ എന്തൊക്കെയോ കുറേ പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട്, ജാമ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്, കുറേ സാധനങ്ങളൊക്കെ എല്ലാവരും നിന്ന് ഇങ്ങനെ ഇന്ന് വാങ്ങുന്നുണ്ടായിരുന്നു. ഈ ഫാം പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ആളുകളൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും എല്ലാത്തിനും നല്ല റേറ്റും ഉണ്ടോ ഇവർ ഈടാക്കണത്. മത്തങ്ങയൊക്കെ ഇവരെല്ലാവരും വാങ്ങിക്കുന്നുണ്ട്. കാരണം ഹലോവീനൊക്കെ ഇവർക്ക് മത്തങ്ങ ഭയങ്കര അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മത്തങ്ങ ഓരോന്ന് കയ്യിൽ വെച്ചിട്ടുണ്ട്. എല്ലാം വലിയ വലിയ മത്തങ്ങകളാണ് കേട്ടോ ഇവർ സെലക്ട് ചെയ്ത് എടുത്തേക്കണത്. ഇത് കണ്ടില്ലേ, മത്തങ്ങയുടെ ഒരു ലോകം തന്നെയാണ് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേനും. ഈ ഒരു ഉന്തുവണ്ടിയിൽ കാണുന്ന ഈ ഒരു സാധനം നോക്കിക്കേ, പകുതി ഭാഗം പാവയ്ക്കയുടെ ഷേപ്പ്, പകുതി ഭാഗം മത്തങ്ങയുടെ ഷേപ്പായിട്ടാണ് കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. കളറും കണ്ടില്ലേ, വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കളറ്. ഇതിൻ്റെയൊക്കെ പേരൊക്കെ അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടെ. ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും നല്ല ഭംഗിയുണ്ട് അതൊക്കെ കാണാനായിട്ട്. പകുതി പാവക്ക പോലെയൊക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ നമുക്ക് ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ളതൊക്കെ എടുക്കാം. എന്നിട്ട് ലാസ്റ്റ് തൂക്കം നോക്കിയിട്ട് അവർ റേറ്റ് പറയും. അങ്ങനെയാണ്.
അതിനുശേഷം ദേ അപ്പുറത്തെ സെക്ഷനിലേക്ക് വന്നപ്പോൾ ഈ ഒരു വണ്ടിയിൽ ഉണ്ടായേക്കണ മത്തങ്ങ, ഇത് നമ്മുടെ നാട്ടിലെ മത്തങ്ങയാണ് കേട്ടോ. ഈ കളറ് കണ്ടാൽ തന്നെ അറിയാം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടണ മത്തങ്ങയാണ്. പക്ഷേ എങ്കിൽ ഇതിൻ്റെയൊക്കെ വലിപ്പം കണ്ടില്ലേ, എന്തു വലിപ്പത്തിലുള്ള മത്തങ്ങയാണ് നോക്ക്. ഒരെണ്ണം പോലും ചെറുതില്ല കൂട്ടത്തിൽ, എല്ലാം നല്ല വലിപ്പമുള്ളത്. ഈ കാണുന്ന കുഞ്ഞു കുഞ്ഞു ഹട്ട് കണ്ട, ഇതിലാണ് കേട്ടോ ഈ ആപ്പിളിൻ്റെയൊക്കെ തൂക്കം നോക്കിയിട്ട് അവർ റേറ്റ് പറയണത്. അങ്ങനെ നമ്മൾ അതൊക്കെ വാങ്ങി അപ്പുറത്ത് എത്തിയിട്ടുണ്ട്. നല്ല റേറ്റ് കൊടുത്തിട്ടോ ആപ്പിളിനൊക്കെ, അതൊക്കെ പറയാതിരിക്കലാണ് ഭേദം. പിന്നെ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി വാങ്ങിയതല്ലേ അങ്ങനെ. അപ്പോൾ ഇതൊക്കെ ഫുഡ് കോർട്ടാണ് കേട്ടോ. നമ്മളപ്പോൾ ലഞ്ച് കഴിക്കണ സമയമായതുകൊണ്ട് ഇതേ പിള്ളേർക്ക് കോൺ വേണമെന്നും പറഞ്ഞ് കോണും അതുപോലെ തന്നെ നാരങ്ങ വെള്ളമൊക്കെ വാങ്ങി. അപ്പം ഇനിയിപ്പോൾ ഇത് ഒന്ന് ജസ്റ്റ് കഴിച്ചിട്ട് നമുക്കിനി പുറത്തിറങ്ങിയിട്ട് ഇനി ഫുഡൊക്കെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇവിടെ കോണിൽ എന്താ പറയുക, ഒരുപാട് മസാലകൾ അവരിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള മസാലയൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് നമുക്കതിലിടാം. അപ്പം ഞാൻ ഏതോ ഒരു മസാല ഇട്ടാം, എന്തോ ഒരു പേരുണ്ടായിരുന്നു ആ മസാല, ഞാനിങ്ങനെ ജസ്റ്റ് ഇട്ടേ. അപ്പോൾ അത് എരിവുള്ള മസാലയാണ്. അപ്പോൾ പിള്ളേർ കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കത് വേണമെന്ന് പറഞ്ഞ് ഞാനതങ്ങനെ ഇട്ടതാണ്. ഇത് മുളക് പൊടിയല്ല കേട്ടോ, വേറെ എന്തോ ഒരു മസാലപ്പൊടിയാണ്. അങ്ങനെ അതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ കഴിച്ചത്. അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളിതേ പുറത്തെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയുള്ള റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ പോണ വഴിയിലൊക്കെ ആപ്പിൾ തോട്ടങ്ങൾ കാണാൻ പറ്റും, ഈ കോമ്പൗണ്ട് ഇറങ്ങണ വരെ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതേ നമ്മൾ തൊട്ടടുത്ത് തന്നെയുള്ള റെസ്റ്റോറൻറ്റിൽ എത്തി. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തപ്പോഴാണ് കേട്ടോ നമ്മുടെ തൊട്ടടുത്ത് കണ്ട ഒരു വണ്ടിയുടെ ഡോറ് നോക്കിക്കണ്ടേ, ഒരു വെറൈറ്റി ലുക്കല്ലേ ആ ഡോർ അടയണണ്ട, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഞാനതപ്പോൾ കണ്ടപ്പോൾ വീഡിയോ എടുത്താണ്. അങ്ങനെ അതേ നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് കയറിയാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വന്നേക്കണത് ഒരു പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. ഒരു പാകിസ്ഥാനിലുള്ള ഒരു ഫാമിലി നടത്തണ റെസ്റ്റോറൻറ്റാണ്. അവരവിടെ തന്നെയാണ് കേട്ടോ താമസിക്കണതും. അതിൻ്റെ ഒരു സൈഡിലായിട്ട് റെസ്റ്റോറൻറ്റ്. ഇവിടെ കൂടുതലും പാർസലാണ് കേട്ടോ പോണത്, ഇരുന്ന് കഴിക്കൽ കുറവാണ്. അപ്പം നമ്മൾ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം വെച്ചാൽ ഇനി പാർസൽ ചെയ്ത് റൂമിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നേരം പോകുമല്ലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഓർഡർ ചെയ്തത് ഒരു ബിരിയാണിയാണ്, ഒരു പാകിസ്ഥാനി ടൈപ്പ് ബിരിയാണി കേട്ടോ. അതിൻ്റെ ആ ഒരു കളറൊക്കെ കണ്ടില്ലേ. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ഷവർമ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷവർമ എന്ന് പറഞ്ഞാൽ മീറ്റിന് ഇവർ ഇട്ടേക്കണത് കബാബാണ് കേട്ടോ. അപ്പം ഞാനിതൊന്ന് ഓപ്പൺ ചെയ്യണത് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഷവർമ പോലെയൊക്കെയാണ് ഇരിക്കണത്. പക്ഷേ മീറ്റും അതുപോലെ തന്നെ വെജിറ്റബിൾ എല്ലാം ഉണ്ട്. പക്ഷേ കബാബാണ് അവർ വച്ചേക്കണത്, ഒരു വെറൈറ്റി ടേസ്റ്റ്. ഇത് മിക്സ്ഡ് ഗ്രില്ലാണ് വിത്ത് റൈസ്, എല്ലാം ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. വലിയ കുഴപ്പമില്ല എന്ന് വെച്ചുകൊണ്ട് നമുക്ക് ആ ടേസ്റ്റ് ഇഷ്ടപ്പെടുമെന്ന് വെച്ചാൽ കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. എങ്കിലും നല്ലതായിരുന്നു കേട്ടോ ഫുഡുകളെല്ലാം തന്നെ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡടിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴത്തേനും ഒരുപാട് രാത്രിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ആപ്പിൾ തോട്ടത്തിൽ പോയ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി അമേരിക്കയിലെ പുതിയ വിശേഷവുമായി പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.